UDF നേതാക്കൾ ഒരേ ശബ്ദത്തിൽ പറയുന്ന കാര്യമുണ്ട്. UDF അധികാരത്തിൽ വരും. വലിയ ആത്മവിശ്വാസം UDF നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്, മാധ്യമങ്ങൾക്ക് മുന്നിലും ജനങ്ങൾക്ക് മുന്നിലും. ആത്മവിശ്വാസത്തിൻ്റെ ശരീരഭാഷ കൊണ്ട് നടക്കണമെന്ന് സുനിൽ കനോഗുലു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്നാൽ അത്ര ആത്മവിശ്വാസമുണ്ടോ UDFന്? ഇല്ല എന്നാണ് സുനിൽ കനോഗുലുവിൻ്റെ റിപ്പോർട്ട് തന്നെ നമ്മോട് പറഞ്ഞത്. 2 ദിവസം മുമ്പ് വാർത്ത വന്നിരുന്നു. നിലവിലുള്ള LDF MLA-മാരെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അവർക്ക് വലിയ ജനപിന്തുണയുണ്ട് അവരുടെ മണ്ഡലത്തിൽ. ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന് മേൽക്കൈയുണ്ടായത് പ്രാദേശിക വികാരം മാത്രമാണ്. നിലവിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിക്ക് എതിരെയുള്ള വികാരമാണ്. അതോടൊപ്പം ന്യൂനപക്ഷ വിഭാഗം UDFനൊപ്പം നിന്നതും ഗുണം ചെയ്തു. അതല്ലാതെ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല, അത് എവിടെയും കാണാനില്ല. ഇതാണ് സുനിൽ കനോഗുലുവിൻ്റെ റിപ്പോർട്ട്. AICC-ക്കും KPCC-ക്കും നൽകിയ റിപ്പോർട്ട്. അത് ചർച്ച ചെയ്ത് AICC കേരളത്തിലെ നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ നടക്കില്ല, വരും ദിവസങ്ങളിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കണം, വലിയ സമരങ്ങൾ കൊണ്ടുവരണം, വലിയ ആരോപണങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷേ ഒന്നും കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു കാര്യം സമാന്തരമായി നടക്കുന്നുണ്ട്. UDF ജയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെങ്കിൽ വേണ്ടാത്ത ഒരു കാര്യമാണ്. പുതിയ കക്ഷികളെ ആവശ്യമുണ്ടോ? നിലവിലുള്ള UDFന് ജയിക്കാൻ കഴിയുമെങ്കിൽ എന്തിന് വെറുതെ വേറെ കക്ഷിക്ക് സീറ്റ് കൊടുക്കണം? അതിനുശേഷം മന്ത്രിസ്ഥാനത്തിന് വേണ്ടി അടിപിടി കൂടണം. ഘടക കക്ഷികൾക്ക് ഇപ്പോൾ കൊടുക്കുന്ന മന്ത്രിസ്ഥാനമുണ്ട്, അതിൽ മാറ്റം വരുത്താൻ കഴിയില്ല. കോൺഗ്രസിൽ നിന്നാണ് പോകുക. പുതിയ കക്ഷി വന്നാൽ കോൺഗ്രസ് മന്ത്രിമാരുടെ എണ്ണം കുറയ്ക്കേണ്ടി വരും. അത് കോൺഗ്രസിന് തലവേദനയാകും. അങ്ങനെയൊക്കെയുണ്ട്. എന്നിട്ടും എന്തിന് പുതിയ കക്ഷികളെ തേടുന്നു കോൺഗ്രസ്, UDF എന്ന ചോദ്യം അവശേഷിക്കുന്നു. നേരത്തെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് പിറകെയായിരുന്നു ഓടിക്കൊണ്ടേയിരുന്നത്. അവസാനം അത് നടന്നില്ല. അതിനുശേഷം ഇപ്പോൾ RJDയുടെ പിറകെയാണ്. RJD വരും 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 എന്നാണ് പറയുന്നത്. മലയാള മനോരമ തന്നെ പറഞ്ഞിട്ടുണ്ട്, RJDക്ക് വേണ്ടിയുള്ള UDFന്റെ ശ്രമം അവസാനിപ്പിച്ചിട്ടില്ല എന്ന്. മലയാള മനോരമ ഇന്ന് വാർത്ത നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തീരുമാനമെടുത്തു LDFൽ തന്നെയാണ് എന്ന്. എന്നാൽ അത് മാറും എന്നാണ് UDF നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. മലയാള മനോരമയുടെ വാർത്തയാണ്. എന്ന് വെച്ചാൽ RJD വരും എന്ന പ്രതീക്ഷ UDF നേതാക്കൾക്ക് ഉണ്ട്. എന്തിനെ RJDയെ കൊണ്ടുവരാൻ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നു? തിരക്ക് കൂട്ടുന്നത് ഇന്നത്തെ UDF സംവിധാനത്തിന് ജയിച്ചു വരാൻ കഴിയില്ല എന്ന് തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. CPIM സഹയാത്രികരായിരുന്നവരെ, CPIMന്റെ നേതാക്കളോടൊപ്പം നടന്ന അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആരെങ്കിലും എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കി നടക്കുന്നുണ്ട്. VS അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KM ഷാജഹാൻ, PA ആയിരുന്ന സുരേഷ് എന്നിവരെ വീടുകളിലേക്ക് കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. KM ഷാജഹാന് ആലപ്പുഴ സീറ്റ് നൽകാം എന്ന് പറഞ്ഞു എന്നാണ് പുറത്തു വരുന്ന വാർത്ത. പാലക്കാട് ജില്ലയിലെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സുരേഷിനെ മത്സരിപ്പിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. VS മത്സരിച്ച് ജയിച്ചു വന്ന മണ്ഡലമാണ്. VSന്റെ PA ആയിരുന്ന, VSനോടൊപ്പം എല്ലാ കാലവും ഉണ്ടായിരുന്ന സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കുന്നു. അങ്ങനെ ഒരു അനുകൂല വികാരമുണ്ടാക്കി VSനെ ഉപയോഗിച്ച് വോട്ട് പിടിക്കാം. ഇതാണ് കോൺഗ്രസ് കണക്കുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്നത്തെ UDF സംവിധാനം വെച്ച് UDFന് ജയിച്ചു വരാൻ കഴിയില്ല എന്ന് പറയാതെ അതല്ലെങ്കിൽ അറിയാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് UDF ചെയ്യുന്നത്. UDF പരാജയപ്പെടും എന്ന് കൃത്യമായും ആദ്യം പറഞ്ഞത് UDFന്റെ കൺസൾട്ടൻ്റായ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായ സുനിൽ കനോഗുലു തന്നെയാണ്. കാരണം നിലവിലുള്ള LDFന്റെ 99 MLA-മാരെ, നിലവിലുള്ള LDF MLA-മാരെ ആരെയും പരാജയപ്പെടുത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനുശേഷം സുനിൽ കനോഗുലു പറഞ്ഞത് വളരെ നേരിയ വ്യത്യാസത്തിന് LDF ജയിച്ച മണ്ഡലങ്ങളുണ്ട്, ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിക്കണം എന്നാണ്. ആ മണ്ഡലങ്ങളുടെ പട്ടികയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് സുനിൽ കനോഗുലു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വഴിയാണ് നോക്കുന്നത് സുനിൽ കനോഗുലുവും UDFും. എന്ന് വെച്ചാൽ UDFന് ഇന്നത്തെ സാഹചര്യത്തിൽ സുനിൽ കനോഗുലുവും UDFും എന്ന് വെച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ജയിക്കാൻ കഴിയില്ല. അത് ഉറപ്പിച്ചു UDF. അതുകൊണ്ട് മറ്റു വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് മലയാള മനോരമയുടെ അവാർഡ്.
അതിൻ്റെ ഭാഗമാണ് മലയാള മനോരമയുടെ സർവേ. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് എന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.